സേതു, സർക്കാരിന്റെ വാക്ക് പാഴ്വാക്കാവുകയാണ്. മന്ത്രിയുടെ വാക്കും ഒരു വിലയുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാരണം ഇന്നലെ മന്ത്രി CP ജോൺ ഇവിടെ എത്തിയിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കും ഈ ഷിജിന്റെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനം ഇന്ന് 5:45 ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ, നമ്മൾ രാവിലെയൊക്കെ ലൈവ് കൊടുത്തപ്പോൾ പറഞ്ഞതാണ്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ ഈ മത്സ്യത്തൊഴിലാളികളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന ഒരു സംഘം ഈ ഷിജിനെ തെരച്ചിലിനായി പുറംകടലിലേക്ക് പോകണം, അല്ലെങ്കിൽ തങ്ങളെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. ഇന്നലെ ഇത്തരത്തിലൊരു ആവശ്യം സർക്കാർ പരിഗണിച്ചെങ്കിൽ പോലും രാവിലെ ഇത്തരത്തിൽ ഈ തെരച്ചിൽ ആരംഭിക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇങ്ങോട്ട് എത്തിയെങ്കിൽ പോലും സ്കൂബ ടീം ഇതുവരെയും എത്തിയിട്ടില്ല. അതിൽ ചില സാങ്കേതിക പ്രതിസന്ധികളാണ് ഇപ്പോൾ മറൈൻ വകുപ്പ് പറയുന്നത്. സ്കൂബ ടീം 3 പേരെങ്കിലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്ന് പറയുമ്പോൾ പോലും 4 മണിക്കൂറായിട്ടും ഈ രക്ഷാപ്രവർത്തനം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും സ്കൂബ ടീം എത്തിയിട്ടില്ല അല്ലേ? അല്ല, വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നു. ഞങ്ങളുടെ പ്രതീക്ഷ ഏതാണ്ട് 6:30-7 മണിയാകുമ്പോഴത്തേക്കും വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. പിന്നെ അവർ വരുമെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയറിൽ നിന്നും ഒരു ടീമിനെ വിളിച്ചിട്ടുണ്ട്. അവർ വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. 4 മണിക്കൂറായി. എന്താ വരാതിരിക്കാനുള്ള കാരണം എന്താ പറയുന്നത്? വരാതിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവർക്ക് ഇവിടെ വന്ന് ഇറങ്ങുന്നവർക്ക് ഭയങ്കര ഭയമാണ്. ആർക്ക്? ടീമിന് ഭയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മളെല്ലാം മനുഷ്യരാണ്, മനസ്സിലായി. അപ്പം നമ്മൾ നേരെ വെള്ളത്തിലിറങ്ങുമ്പോൾ അന്ന് തുടക്കത്തിൽ ഞാനിവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെ അവർ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി കടൽ വലിയ തിരമാലകൾ ഇങ്ങനെ വന്നു. ആ തിരമാലകൾ വന്നപ്പോൾ അവർ ഇത്തിരി ഭയന്ന് അവരെന്ത് ചെയ്ത് അങ്ങ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ വെള്ളത്തിൽ കയറിയിട്ട്, അപ്പോൾ എനിക്കപ്പോഴേ മനസ്സിലായി അവർ പിന്നെ ഇവിടെ ഇറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ പോകുന്നു? അപ്പോൾ ഭയങ്കര കലങ്ങലാണ്. പക്ഷേ സംഗതി കലങ്ങലല്ല. പക്ഷെ അവിടെ അത്രയ്ക്ക് ആ സമയത്ത് നല്ല തിര നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ കടലിനെ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളിയായി നമ്മൾ. പക്ഷെ നമ്മൾ പോലും വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കടന്നുപോയ ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ് അന്ന് അവർ വരാതെ. പിന്നെ അതിന് ശേഷം വലിയ വേറെ ടീമുകൾ വരുമെന്ന്. കടൽ പ്രക്ഷുബ്ധമാണ്, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴല്പം മാറ്റം ഉണ്ടെന്നുള്ളൂ. ഇപ്പോഴത് ഇപ്പോൾ കാലവർഷം ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതും ദുർബലപ്പെട്ടുകൊണ്ട്. അതല്ല, കാലവർഷം കടുക്കും തോറും ഈ കടലും പിന്നെ അത് ശക്തമായിട്ട് വരും. ഇപ്പോഴല്പം മാറ്റമുണ്ട്. സ്കൂബ ടീം എത്തും എന്താ പറയുന്നത് അവസാനമായിട്ട്? വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളൊക്കെ എല്ലാവരും ആ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. സേതു, എന്തായാലും സർക്കാർ പറഞ്ഞ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ നിൽക്കുന്നത്. നമുക്ക് അവിടെ കാണാം ഈ ഷിജിന്റെ കുടുംബാംഗങ്ങൾ, അതിനോടൊപ്പം തന്നെ പോലീസും മറൈൻ വകുപ്പിലെ എഞ്ചിനീയറുമായിട്ടാണ് സംസാരിക്കുന്നത്. സ്കൂബ ടീം അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളി സംഘവുമായി തെരച്ചിലിന് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബാംഗങ്ങളടക്കം ചർച്ച നടത്തുന്നു. അല്പസമയത്തിനുള്ളിൽ സ്കൂബ ടീം എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും ഉള്ളത്. സേതു. ഓക്കെ, ശരി ഹാൻസ്. എന്ത് കഷ്ടമാണെന്ന് ഇന്നലെ മന്ത്രി തന്നെ നേരിട്ടെത്തി ഉറപ്പ് കൊടുത്തതാണ്. എന്നിട്ട് മന്ത്രിയുടെ വാക്ക് എന്തേ പാഴ്വാക്കാകുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. അല്ലെങ്കിൽ രാവിലെ 6:30-ക്ക് ഈ മത്സ്യത്തൊഴിലാളി തന്നെ പറയുന്നുണ്ട് 6:30 ആകുമ്പോഴത്തേക്കും അവിടെ ഈ ടീം എത്തും, പിന്നീട് തിരച്ചിൽ തുടങ്ങും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. നമുക്ക് രാവിലെ നമ്മളിന്ന് ഹാൻസ് തന്നെ ലൈവ് തന്ന സമയത്ത് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സമയം 10 മണിയാവാൻ പോവുകയാണ്. ഇതുവരെ അവിടെ ആരും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.